നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു ദ 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 6th യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 6th യൂണിറ്റ് പോസ്റ്റ് ഹാരപ്പൻ കൾച്ചേഴ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷന്റെ പതനത്തിന് ശേഷം പല തരത്തിലുള്ള സംസ്കാരങ്ങള്, ചെറുതും വലുതുമായിട്ടുള്ള അനേകം സംസ്കാരങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അതിൽ തന്നെ വേദിക് സിവിലൈസേഷന്റെ പല ഘട്ടങ്ങളെ നമ്മൾ പല രീതിയിൽ പല പേരുകളിലാണ് വേദിക് സിവിലൈസേഷന്റെ പല ഘട്ടങ്ങളെയും നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതില് നമ്മള് അവര് നമ്മളിത് നേരത്തെ പറഞ്ഞിരുന്നു, ഈ ശിലായുഗത്തിനെ അവരുപയോഗിച്ചിരുന്ന ശിലകളുടെ പല സ്വഭാവത്തിനനുസരിച്ച് പല പേരുകളിൽ വിളിച്ചിരുന്നു. പാലിയോലിത്തിക് എന്ന് വിളിച്ചു. ആ പാലിയോലിത്തിക്കിനെ തന്നെ നമ്മൾ ലോവർ, മിഡില്, അതുപോലെ അപ്പർ ഇങ്ങനെയൊക്കെ വിളിച്ചു. ഇനി മെസോലിത്തിക് പീരീഡ് എന്ന് വിളിച്ചു, പിന്നെ നിയോലിത്തിക് പീരീഡ് എന്ന് വിളിച്ചു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുള്ളത്, തരംതിരിവ് നടത്തിയിട്ടുള്ളത്? അത് അവരുപയോഗിച്ചിരുന്ന ശിലകളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ്. എന്നാൽ പിന്നീട് അടുത്ത ഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് അവര് മൺപാത്രങ്ങളാണ് പ്രധാനമായിട്ടും അവരുടെ ഒരു ഉപയോഗിക്കുന്ന വസ്തു, അല്ലെങ്കിൽ മനുഷ്യന്റെ കരകൗശല വിദ്യയുടെ ഏറ്റവും ഉയർന്ന ഉദാഹരണങ്ങൾ മൺപാത്രങ്ങളാണ്. അപ്പോൾ ഈ മൺപാത്രങ്ങളുടെ പല നേച്ചറിനനുസരിച്ച് നമ്മൾ പല കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതില് പലതരത്തിലുള്ള പാത്രങ്ങൾ, ബേക്ക് ചെയ്ത പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ പല കളറുകളിലുള്ള പാത്രം, OCP പാത്രങ്ങള്, ഗ്രേ വെയർ പോട്ടറി, GVW കൾച്ചർ എന്നിങ്ങനെ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പല രീതിയിൽ തരംതിരിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്താണ് OCP കൾച്ചർ, അല്ലെങ്കിൽ ഓക്കേർഡ് കളർ പോട്ടറി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു കൾച്ചർ 2000 മുതൽ 1500 BCക്കിടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒക്കേർഡ് കളേർഡ് പോട്ടറി കൾച്ചർ എന്ന് പറയുന്നത്, അതായത് OCP കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോ കാര്യമായിട്ട് ഇതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു അപ്പർ ഗാംഗറ്റിക് വാലിയിലാണ് ഇതിന്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. അതായത് ഗംഗാ സമതലത്തിന്റെ നോർത്തേൺ പോർഷൻ, ഇവിടെയാണ് ഈ OCP കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഉത്തരാഖണ്ഡിന്റെയും ഉത്തർപ്രദേശിന്റെയും ഒക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും OCP കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അന്ന് ലഭിച്ചിട്ടുള്ള ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത് ഈ പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, കൈകൊണ്ട് മെനഞ്ഞെടുത്തതല്ല, മറിച്ച് പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള മൺപാത്രങ്ങള്, അതിന് കാവി നിറമുള്ള ഇത്തരം പാത്രങ്ങൾ ഉപയോഗിച്ച ഒരു ആദിമ ഘട്ടത്തെയാണ് നമ്മൾ OCP കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് പ്രധാനമായിട്ട് ഒരു റൂറൽ കൾച്ചർ ആയിരുന്നു. അതുപോലെ ആളുകള് അരിയും ബാർലിയും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു പീരീഡാണ്. ഇനി ആ മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന, ഇണക്കി വളർത്തുന്ന ഒരു പീരീഡും കൂടി ആയിരുന്നു അത്. ഇത് നമുക്കൊരു ലേറ്റ് ഹാരപ്പൻ കൾച്ചർ ആയിട്ട് ഈ OCP കൾച്ചറിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റു പല സമകാലിക സംസ്കാരങ്ങളുമായിട്ട് ഈ കാലഘട്ടത്തിൽ OCP കൾച്ചറിന് ബന്ധമുണ്ടായിരുന്നു. ഇതിന് ഒരു ബ്രോൺസ് ഏജ് കൾച്ചർ തന്നെയായിരുന്നു OCP കൾച്ചർ. ഇനി നമുക്ക് നോക്കാനുള്ളത് OCP കൾച്ചറിൽ നിന്ന് അല്പം കൂടി വികാസം പ്രാപിച്ച PGW കൾച്ചറാണ്. അതായത് പെയിന്റഡ് ഗ്രേവെയർ പോട്ടറീസ് ആണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. പെയിന്റ് ചെയ്തിട്ടുള്ള ഗ്രേ കളറിലുള്ള പോട്ടറീസ്. അപ്പോൾ ഇതും നമുക്ക് അപ്പർ ഗാംഗറ്റിക് വാലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മിഡിൽ ഗാംഗറ്റിക് വാലിയിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരം കൾച്ചറിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഗ്രേവെയർ പോട്ടറീസും അതുപോലെ ബ്ലാക്ക് ആൻഡ് നോർത്തേൺ ഗ്രേവെയർ പോട്ടറീസ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള കറുത്ത ചായം പൂശി അല്ലെങ്കിൽ കറുത്ത നിറമുള്ള പോട്ടറിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അന്ന് ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് കൃഷി നല്ല രീതിയിൽ വികാസം പ്രാപിച്ചു, കച്ചവടം കൂടുതൽ ശക്തമാകുന്നു. അവര് ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു പണ വ്യവസ്ഥയിലേക്കൊക്കെ വരുന്നതിന്റെ ആദ്യ ചുവടുകളൊക്കെ കാണുന്നത് ഈ നോർത്തേൺ ഗ്രേവെയർ പോട്ടറീസിന്റെ ഒക്കെ പീരീഡിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമുക്ക് ഈ ഹാരപ്പൻ സിവിലൈസേഷനു ശേഷം പല തരത്തിലുള്ള സംസ്കാരങ്ങള് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് വികാസം പ്രാപിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രധാനമായിട്ടും അന്ന് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ തരംതിരിക്കുന്നത്. ഈ കാലഘട്ടത്തില്
മനുഷ്യജീവിതം കൂടുതൽ വികാസം പ്രാപിച്ചു. അവർക്ക് കൃഷിയിലും അതുപോലെ കാലി വളർത്തലിലും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ശേഷികൾ അവര് വികസിപ്പിച്ചു കൊണ്ടുവന്നു. പിന്നെ സാമൂഹ്യ വ്യവസ്ഥിതി കൂടുതൽ കോംപ്ലക്സ് ആവുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പാട്രിയാർക്കൽ സിസ്റ്റം കൂടുതൽ ശക്തമാകുന്നു. സ്ത്രീകളുടെ പദവി വീണ്ടും താഴുന്നു. മതപരമായ ചടങ്ങുകൾക്ക് പുരുഷന്മാർ മാത്രം സമ്മേളിക്കുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ വികാസം പ്രാപിക്കുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. താങ്ക് യു.